ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ദ ഗുഡ് ന്യൂസ് ലൈവ്. ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള കാരണം നിങ്ങളുടെ അടുത്തേക്ക് ഒരു പ്രത്യേക ന്യൂസ്, ഒരു പ്രധാനപ്പെട്ട ന്യൂസ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ്രായേൽ ഇറാന്റെ മേൽ ആണവായുധ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് തുനിയുന്നോ എന്നുള്ള ഒരു സംശയം ഉന്നയിക്കുന്ന പല സൂചനകളാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്നത്. ഇന്ത്യ തങ്ങളുടെ പൗരന്മാരെ അതിശീഘ്രമായിട്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ ടെഹ്റാനിൽ നിന്നും ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങി വെച്ചിരിക്കുന്നു. തങ്ങളുടെ പൗരന്മാർക്ക് ഇന്ത്യ ഏർലി വാർണിംഗ് കൊടുത്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ടെഹ്റാനിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകണം എന്നുള്ള തരത്തിൽ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു. മാത്രവുമല്ല, അർമേനിയ വഴി ഇന്ത്യൻ പൗരന്മാരെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ നടപടിക്രമങ്ങൾ അതിവേഗത്തിൽ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ്. ഒപ്പം ചേർത്ത് വായിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു വാർത്ത, IDF ഇപ്പോൾ ടെഹ്റാനിലെ റെസിഡൻസിനോട് പറയുന്നത്, നിങ്ങൾ ടെഹ്റാൻ വിട്ട് പോകണം, ടെഹ്റാനിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകണം. മാത്രവുമല്ല, ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്ററായുള്ള ഇസ്രായേൽ കാറ്റ്സ് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത്, ടെഹ്റാനെ ഞങ്ങൾ കത്തിക്കുമെന്ന്. ടെഹ്റാനെ കത്തിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമ്മൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സാധാരണ ഒരു ആക്രമണമാണോ അതോ ഒരു ആണവായുധ ആക്രമണമാണോ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്രായേല് ഇതുവരെയും ടെഹ്റാനിലോ അല്ലെങ്കിൽ ഇറാന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സിവിലിയൻ മേഖല ആക്രമിച്ചതായിട്ട് നമുക്ക് ഒരു വാർത്തയും ഇതുവരെ ലഭിക്കുന്നില്ല. തന്ത്രപ്രധാനപരമായിട്ടുള്ള സൈനിക മേഖലകളും അതേപോലെ ആണവായുധ ശേഖരങ്ങൾ വെക്കുന്ന ന്യൂക്ലിയർ പ്ലാന്റ്സുകളെയും അതേപോലെ തന്നെ ഇറാന്റെ വരുമാന മേഖലയൊക്കെയാണ് ഇസ്രായേൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയിരിക്കുന്നത്. അവസാന ഘട്ടത്തിൽ ഇസ്രായേൽ ആക്രമിച്ചത് ഇറാന്റെ മിസൈൽ ലോഞ്ചിങ് പാഡ്സുകളെയും അതേപോലെ തന്നെ മിസൈൽ ഫാക്ടറീസിനെയും ഒക്കെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ച് ആക്രമിച്ചത്. എന്തുകൊണ്ടാണ് ഇത്തരം രീതിയിൽ ഈ രാജ്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ തങ്ങളുടെ പൗരന്മാരെ ഒഴിപ്പിക്കുന്നത് എന്നുള്ളത് സംശയത്തിന്റെ മുന. ഇസ്രായേൽ ഇറാന്റെ മേൽ ഒരു ആണവായുധ ആക്രമണം നടത്താൻ പോകുകയാണോ എന്നുള്ളതിലേക്കാണ്. ഇന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. ഇസ്രായേൽ ഇറാന്റെ മേൽ ആണവായുധം പ്രയോഗിക്കുകയാണെങ്കിൽ തിരിച്ച് പാകിസ്ഥാൻ ഇസ്രായേലിന്റെ മേൽ ആണവായുധം പ്രയോഗിച്ച് ആക്രമണം നടത്തുമെന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നു. എന്തുകൊണ്ടാണ് അബ്ബാസ് അറാച്ചി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്? എന്തൊക്കെയോ സൂചനകൾ ഇതിലേക്ക്, എന്തൊക്കെയോ ചില സംഭവവികാസങ്ങൾ ഇറാന്റെ മണ്ണിൽ ഉരുണ്ടുകൂടാൻ പോകുന്നു. അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളുടെയും ഇടയിൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സംഭവം നടക്കാൻ പോകുന്നു. ഇറാൻ പേടിക്കുന്നു ഇസ്രായേൽ ഇറാന്റെ മേൽ ആണവായുധ പ്രയോഗം നടത്താൻ പോകുന്നു എന്ന്. അല്ലെങ്കിൽ അബ്ബാസ് അറാച്ചി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയെല്ലാം ഇറാന്റെ ഭാഗത്തുനിന്ന് സ്റ്റേറ്റ്മെന്റുകൾ വരുന്നത് ഇറാന് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇറാന് ശക്തമായ രീതിയിൽ ടെഹ്റാനെ കത്തിക്കുമെന്ന് പറഞ്ഞത് ഒരു ആണവായുധ ആക്രമണം കൊണ്ടാകാം എന്നുള്ളതാണ് ഇപ്പോൾ ഇറാന്റെ ഒഫീഷ്യൽസും ഔദ്യോഗിക വൃത്തങ്ങളെല്ലാം ഇപ്പോൾ ഭയപ്പെടുന്നത് എന്നുള്ളതാണ് ഈ വിദേശകാര്യ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇസ്രായേൽ ടെഹ്റാന്റെ മേൽ ആണവായുധം പ്രയോഗിക്കുമോ? ഏതാണ്ട് കാര്യങ്ങളുടെ കിടപ്പൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ടെഹ്റാന്റെ മേൽ ഒരു ആണവായുധ ആക്രമണത്തിനുള്ള സാധ്യത, അതിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇറാന്റെ ഏരിയൽ കൺട്രോൾ, ഇറാന്റെ സ്കൈ മുഴുവനും ഇപ്പോൾ ഇസ്രായേൽ എയർഫോഴ്സിന്റെ കയ്യിലാണ്. IAF ആണ് ഇപ്പോൾ ഇറാന്റെ ആകാശം മുഴുവനും കൺട്രോൾ ചെയ്യുന്നത്. എവിടെ വേണമെങ്കിലും ഏതൊരു നിമിഷവും ഇസ്രായേലിന് അറ്റാക്ക് നടത്താൻ വേണ്ടി കഴിയുന്ന തരത്തിലാണ് കാര്യങ്ങൾ വന്നെത്തിയിരിക്കുന്നത്. ഇതിനോട് ഒപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വാർത്തയും കൂടെ പറയട്ടെ. ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ കാറ്റ്സ് അദ്ദേഹം പറഞ്ഞു, ഇനി ഞങ്ങൾ സിവിലിയൻ മേഖലയും ആക്രമിക്കും. ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞത്, ഇറാനെ ഞങ്ങൾ കത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയും അതേപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയും ഒരേ സ്വരത്തിൽ പറയുന്നു, ടെഹ്റാനെ ഞങ്ങൾ കത്തിക്കും. ടെഹ്റാന്റെ മേൽ കനത്ത ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഇതുവരെ നിങ്ങൾ കണ്ടത് വെച്ച് ഇനി ഇസ്രായേൽ എന്താണ് ഇറാന്റെ മേൽ ചെയ്യാൻ പോകുന്നതുമായിട്ട് കമ്പയർ ചെയ്യരുത്. അതിഭീകരമായിട്ടുള്ള ആക്രമണം
ഇറാന്റെ മേൽ ഉണ്ടാകും എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഔദ്യോഗിക പക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന രാജ്യമാണ് ഇസ്രായേൽ. അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാനുള്ള നല്ല തൻ്റെ ഇടമുള്ള രാജ്യമാണ് ഇസ്രായേൽ. ഇറാനെ ഞങ്ങൾ ആക്രമിക്കും, ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ ഞങ്ങൾ ആക്രമിച്ച് തകർക്കുമെന്ന് പറഞ്ഞ ആ ഇസ്രായേൽ കൃത്യമായി തന്നെ 60 ദിവസങ്ങൾ പിന്നിട്ട് 61ാമത്തെ ദിവസം പ്രഭാതത്തിൽ ഓരോ പൗരന്മാരും, ലോകത്തിലെ പൗരന്മാരും ഉണർന്നെഴുന്നേറ്റത് ഇസ്രായേലിന്റെ ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ ആക്രമിച്ച വാർത്ത കേട്ടുകൊണ്ടാണ്. മാരകമായിട്ടുള്ള ആക്രമണമാണ് ഇറാന്റെ മണ്ണിൽ ഇസ്രായേൽ അഴിച്ചുവിട്ടത്. അതുകൊണ്ട് തന്നെ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ ചെയ്യുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രക്ഷുബ്ധ സാഹചര്യത്തിൽ പ്രത്യേക ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ബാലിസ്റ്റിക് മിസൈൽ അറ്റാക്ക് ഇസ്രായേലിന്റെ പല പ്രദേശങ്ങളിലും ഹിറ്റ് ചെയ്യും. തങ്ങളുടെ പൗരന്മാരെ മനഃപൂർവ്വമായിട്ട് സിവിലിയൻ മേഖലയെ ആക്രമിക്കുന്ന ഇറാന് കനത്ത തിരിച്ചടി കൊടുക്കുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ പ്രസ്താവിച്ചത്. അങ്ങനെയെങ്കിൽ ആ ആക്രമണത്തിനുള്ള തിരിച്ചടി ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് തുടങ്ങാനുള്ള സമയമായി എന്നാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം കരുതേണ്ടത്. ഇസ്രായേൽ ഇറാന്റെ തന്ത്രപ്രധാനപരമായ സൈനിക മേഖലകളെ ആക്രമിക്കുമ്പോൾ കയ്യിൽ കിട്ടിയതെല്ലാം ഒരു ലക്ഷ്യവുമില്ലാതെ അത് ഇസ്രായേലിന്റെ ആകാശത്തിലേക്ക് തൊടുത്തു വിട്ടുകൊണ്ട് ജനവാസ മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തി ഇസ്രായേലിന്റെ വിലപ്പെട്ട ജീവനുകളെയാണ് ഇപ്പോൾ ഇറാൻ കൊയ്തെടുത്തിരിക്കുന്നത്. ജൂതനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പൗരൻ എന്ന് പറയുന്ന മറ്റു രാജ്യക്കാരുടെ 100 പൗരന്മാർ, 1000 പൗരന്മാർക്ക് തുല്യമായിട്ടാണ് അവർ കാണുന്നത്. ഏതെങ്കിലും തങ്ങളുടെ ഒരു പൗരനെ മുറിവേൽപ്പിക്കാൻ ഏതെങ്കിലും രാജ്യം ചെയ്താൽ അത് ഉഗാണ്ടയല്ല, അർജന്റീനയല്ല, ഇനി ഏത് സ്ഥലമായാലും അവിടെ ചെന്ന് ആക്രമണം നടത്തുവാൻ ശേഷിയുള്ള രാജ്യമാണെന്ന് മുമ്പ് ഇസ്രായേൽ തെളിയിച്ചിട്ടുണ്ട്. തങ്ങളുടെ ഹോളോകോസ്റ്റ് ചെയ്ത നാസിയെ അർജന്റീനയിൽ ചെന്ന് പൊക്കിയ രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ളത്. തങ്ങളുടെ വിമാനത്തെ റാഞ്ചിക്കൊണ്ടുപോയ തീവ്രവാദികളെ ഉഗാണ്ടയിൽ ചെന്ന് കോൺഫ്രണ്ട് ചെയ്ത് തിരിച്ചു പിടിച്ചുകൊണ്ട് വന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ളത്. അപ്പോൾ ആ രാജ്യത്തിന്റെ സൈനിക ശക്തിയും അതിന്റെ ഇച്ഛാശക്തിയും എത്രത്തോളം വലുതാണെന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പൗരന്മാർക്ക് നേരെ വാളോങ്ങിയ അല്ലെങ്കിൽ മിസൈലുകൾ വിക്ഷേപിച്ച ഇറാന് കനത്ത തിരിച്ചടി തന്നെ ലഭിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതൊരു ആണവായുധ പ്രയോഗമാകാനാണ് സാധ്യതയെന്നാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നത്. നേരത്തെ ഇസ്രായേലിനെ പിടിച്ചു വിഴുങ്ങും, തിന്നും, കൊല്ലും, ചുട്ടുകളയും, ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും എന്നൊക്കെ വീരവാദം മുഴക്കിയ മാധ്യമങ്ങളും അതേപോലെ തന്നെ മദ്രസ പൊട്ടന്മാരും നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അതെ, ഇറാന്റെ കഴിവുകെട്ട കുറെ നേതാക്കന്മാർ, ഒഫീഷ്യൽസ്, അവർ വാതോരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ഇസ്രായേലിനെ ഞങ്ങൾ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും. അവരുടെ ആഗ്രഹം അങ്ങനെയായിരിക്കാം, പക്ഷെ അതല്ല ഇപ്പോൾ കളത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി, വാപോയ കോടാലി, അദ്ദേഹം പറഞ്ഞു, ഇസ്രായേൽ ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ ആക്രമിച്ചതുകൊണ്ട് ഇനി ഇസ്രായേലിനോട് ഒരു തരത്തിലുമുള്ള മേഴ്സി കാണിക്കത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മേഴ്സി ഇസ്രായേലിന് ആവശ്യമില്ല എന്നുള്ളത് ഇസ്രായേൽ തെളിയിച്ചു കൊടുക്കുവാൻ ഇടയായിരുന്നു. മാത്രവുമല്ല, ഇസ്രായേലിന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ പറ്റിയുള്ള മുഴുവൻ രഹസ്യ വിവരങ്ങളും ഇറാന് ലഭിച്ചുവെന്നും ഡിമോണ ന്യൂക്ലിയർ ഫെസിലിറ്റി നെഗവ് മരുഭൂമിയിലുള്ളതിനെ ഞങ്ങൾ തച്ചുടച്ച് തകർത്ത് കളയുമെന്നും പ്രതികാര നടപടി ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചുക്കും സംഭവിച്ചില്ല എന്ന് മാത്രവുമല്ല, ഇറാന്റെ ഒട്ടുമിക്ക ന്യൂക്ലിയർ ഫെസിലിറ്റീസും ഇസ്രായേൽ അടിച്ചു തകർത്ത് തരിപ്പണമാക്കി കൊടുത്തു. IRGCയുടെ ഭാഗത്തുനിന്ന് മറ്റൊരു ഭീഷണി ഉണ്ടായിരുന്നു. ഇസ്രായേലിന്റെ എയർപോർട്ട് ബെൻഗൂറിയൻ അങ്ങനെ ഒന്നിനി ഭൂമുഖത്ത് ഉണ്ടാകത്തില്ല, അതിനെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കുമെന്ന്. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഒരു ചുക്കും സംഭവിച്ചില്ല. ഒന്നും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ല. ഇറാൻ അതിനു മുമ്പത്തെ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ ഏറെന്ന് പറയുന്ന രീതിയിൽ
ഇസ്രായേൽ ഇറാനെ വളഞ്ഞിട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. 2000 മിസൈൽ ഒരുമിച്ച് ഇസ്രായേലിലേക്ക് തൊടുത്തു വിടുമെന്ന് പറഞ്ഞു. ആ മിസൈലിന്റെ ശേഖരങ്ങളും ലോഞ്ചിങ് പാഡുകളും ഇപ്പോൾ ഇസ്രായേൽ അടിച്ചു തകർത്തിരിക്കുകയാണ്. ആകെ ഒരു മുടന്തൻ നായുടെ അവസ്ഥയാണ് ഇപ്പോൾ ഇറാന്. അഹമ്മദ് ഇനജാദ് ഇദ്ദേഹം വിട്ട തള്ളാണ് ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ച് നീക്കിക്കളയുമെന്ന്. മാത്രവുമല്ല, ഈ പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയും ഇസ്രായേലും എല്ലാം ഇദ്ദേഹത്തിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെതിരെ വലിയ രീതിയിലുള്ളവരുടെ പ്രതിഷേധം അറിയിച്ചപ്പോൾ അത് വീണ്ടും ആവർത്തിക്കുകയാണ് മറ്റൊരു തരത്തിൽ. ഇസ്രായേലിനെ അറബ് ലോകത്തിന്റെ ആ ഭൂമുഖത്ത് നിന്ന് ഇറാൻ തുടച്ചു നീക്കുമെന്ന്. എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാന് കഴിഞ്ഞോ? ഇല്ല. ഇസ്രായേൽ ഇപ്പോൾ ഇറാന്റെ ആകാശത്തിന്റെ മുഴുവൻ ആധിപത്യവും പിടിച്ചടക്കിയിരിക്കുന്നു എന്ന് മാത്രവുമല്ല, ഇസ്രായേലിനെതിരെ തൊടുത്തു വിട്ടുകൊണ്ടിരുന്ന മിസൈൽ സംവിധാനങ്ങളെയും അതിന്റെ ലോഞ്ചിങ്ങിനെയും മുഴുവൻ ഇറാന്റെ തന്ത്രപ്രധാനപരമായിട്ടുള്ള പല മേഖലകളെയും അതിന്റെ ബുദ്ധിരാക്ഷസന്മാരെയും ഇപ്പോൾ ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. അപ്പോൾ അവരെ മുഴുവനും ഭൂമിയുടെ മുഖത്ത് നിന്ന് ഇസ്രായേൽ തുടച്ചങ്ങ് മാറ്റി. പറഞ്ഞത് മന്ത്രിക്ക് തെറ്റിപ്പോയതാണ്. ഇറാൻ ഇസ്രായേലിനെ ചെയ്യുമെന്നായിരിക്കാം അദ്ദേഹത്തിന് പറയേണ്ടിയിരുന്നത്. പക്ഷേ അവരുടെ ആഗ്രഹം മറ്റു തരത്തിലായതുകൊണ്ടും ജിഹാദികൾക്ക് ജൂതനെ പിടിക്കത്തില്ല. ജൂതനെ കണ്ടാൽ അവനെ കല്ലെറിയണം, അവനെ കൊല്ലണം, അവനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കണം എന്നൊക്കെ പറയുന്ന ഈ ജിഹാദികൾ കാലാകാലങ്ങളായിട്ട് ഇസ്രായേലിനെ, ഈ പൊട്ടുപോലെ കിടക്കുന്ന രാജ്യത്തെ ഈ അറബ് ലോകത്തിൽ നിന്ന് നീക്കിക്കളയുവാൻ, തുടച്ചു കളയുവാൻ എല്ലാ കേമന്മാരും കൂടെ ഒരുമിച്ച് കൂടി പലവട്ടം പ്രയത്നിച്ചിട്ടും നടക്കാത്ത സ്വപ്നമാണ് ഇപ്പോൾ ഇറാനും കണ്ടിട്ട് ഇപ്രകാരം കാര്യങ്ങളെ പറഞ്ഞു വെക്കുന്നത്. അയ്യോ, ലജ്ജയില്ലേ? നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? ഇത്രയും കാലമായിട്ടും ചരിത്രം പലതും പഠിപ്പിച്ചിട്ടും നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവാത്ത വെറും മന്ദബുദ്ധികളാണ് നിങ്ങളെന്നുള്ളത് പിന്നെയും പിന്നെയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ലോക രാജ്യങ്ങൾക്കും അദ്ദേഹം ഭീഷണി കൊടുത്തിരിക്കുക. എനിബഡി റെക്കഗ്നൈസിങ് ഇസ്രായേൽ വിൽ ബി ബേൺ ഇൻ ദ ഫ്യൂരി ഓഫ് ഇസ്ലാമിക് നേഷൻസ്. അപ്പൊ ഏതെങ്കിലും രാജ്യം ഇസ്രായേലിനെ അംഗീകരിക്കുകയാണെങ്കിൽ, ഇസ്രായേലുമായിട്ട് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇസ്രായേലുമായിട്ട് ഉടമ്പടികൾ ചെയ്യുകയാണെങ്കിൽ, ആ രാജ്യം ഇസ്ലാമിക ആ ക്രോധത്തിൽ, അവരുടെ ആ വലിയ കോപത്തിൽ വെന്തെരിഞ്ഞു പോകുമെന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്. എന്നിട്ട് ഒരു മണ്ണാങ്കട്ടയും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല, ഇറാൻ ഇപ്പോൾ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം വിവരം കെട്ട പ്രസ്താവനകൾ നടത്തി അടി എരന്നു വാങ്ങുന്ന, ആക്രമണം എരന്നു മേടിക്കുന്ന ഇറാൻ എന്തുകൊണ്ടാണ് ഒരു ന്യൂക്ലിയർ വെപ്പൺ ഫെസിലിറ്റി അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺ ഉള്ള ഒരു രാജ്യമാകരുതെന്ന് പറയുന്നതിന്റെ കാര്യം, അവർ ലോകത്ത് മുഴുവനും തീവ്രവാദം കയറ്റുമതി എന്ന രാജ്യമാണ്. അത് ഇസ്രായേലെന്നോ ഇന്ത്യയെന്നോ പാകിസ്ഥാനെന്നോ അമേരിക്കയെന്നോ വെസ്റ്റേൺ കൺട്രീസ് എന്നോ ഒന്നും അവർക്ക് തരംതിരിവില്ല. തങ്ങളുടെ കയ്യിൽ ആണവായുധം കിട്ടിയാൽ ആദ്യം അവർ പ്രയോഗിക്കുന്ന 2 രാജ്യമാണ്, ഒന്ന് സൗദി അറേബ്യയും, 2 ഇസ്രായേലും. ഇവർ രണ്ടുപേരെയും ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കണമെന്നുള്ളതാണ് ഇറാന്റെ വളരെ കാലത്തെ അഭിലാഷം. ഈ യുദ്ധം ആരാണ് തുടങ്ങി വെച്ചത്? 2023 ഒക്ടോബർ 7-ാം തീയതി ഹമാസിന്റെ വേട്ടാവളിയന്മാരെ കുറെ ആയുധവും കൊടുത്ത് ഇസ്രായേലിനുള്ളിലേക്ക് കടത്തിവിട്ടുകൊണ്ട് നിരപരാധികളായ സാധാരണപ്പെട്ട ജനങ്ങളെ, 1200-ലധികം ജനങ്ങളെ കൊന്നൊടുക്കുകയും 250-ലധികം ഇസ്രായേലി പൗരന്മാരെയും അമേരിക്കൻ പൗരന്മാരെയും മറ്റ് പാശ്ചാത്യ രാജ്യത്തിന്റെ പൗരന്മാരെയൊക്കെ ഹോസ്റ്റേജസ് ആയിട്ട് കൊണ്ടുപോയി വില പേശിക്കൊണ്ട് ഇന്നും അവരെ വിട്ടുകൊടുക്കാതെ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ഹമാസിനെ ഉപയോഗിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ ഇത്തരം രീതിയിലുള്ള അരാജകത്വം സൃഷ്ടിച്ചുണ്ടാക്കിയതും ഇസ്രായേലിനെ ഏത് വിധേനം തകർക്കണമെന്നുള്ള പിടിവാശിയോടുകൂടി ഹൂതികളെയും ഹിസ്ബുള്ളയും ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ കൊടുത്ത് പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ നിരന്തരമായി ഉപദ്രവിക്കുവാനും ആ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ
പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ അല്ലേ? ഹൂതികളെ ഒരു വശത്തുനിന്നും, ഹിസ്ബുള്ളയെ മറ്റൊരു വശത്തുനിന്നും, ഹമാസിനെ പാലസ്തീനിൽ നിന്നും, ഇസ്ലാമിക് റെസിസ്റ്റൻസിനെ ഇറാഖിൽ നിന്നും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് ഈ ഇറാൻ എന്ന് പറയുന്ന തെമ്മാടി രാഷ്ട്രമല്ലേ? ഇറാൻ എന്താണ് ലോകത്തിന് നൽകുന്നത്? എന്ത് സംഭാവനയാണ് ലോകത്തിന് നൽകുന്നത്? ഒന്നും നൽകുന്നില്ല. മാത്രവുമല്ല, ലോകരാജ്യങ്ങളുടെ സമാധാനത്തിന് വലിയ വെല്ലുവിളി ഉയർത്തി നിൽക്കുന്ന, ലോകരാജ്യങ്ങളുടെ സമാധാനത്തിന് മേൽ വാളൂങ്ങി നിൽക്കുന്ന ഒരു രാക്ഷസ രാഷ്ട്രമാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറാനല്ലേ ഈ യുദ്ധം തുടങ്ങി വെച്ചത്? ഇസ്രായേലിന് ഭീഷണി ഉയർത്തുന്ന രീതിയിൽ, അതിന്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തും വിധം ഇറാൻ രഹസ്യമായി ആണവായുധങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെതിരെയാണ് ഇസ്രായേൽ പോരാടിയത്. തങ്ങളുടെ നിലനിൽപ്പിനെ, അതിനെ എതിരെയുള്ള എല്ലാ ഭീഷണികളെയും ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കുക എന്നുള്ളത് അത് ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള അതിന്റെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അതാണ് ഇസ്രായേൽ ചെയ്തത്. ആണവായുധ ചർച്ച, നിരായുധീകരണ ചർച്ച നടത്തുമ്പോഴും രഹസ്യത്തിൽ അടിയിൽ കൂടെ ആണവായുധം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഇറാനാണ് പറയുന്നത്, ഈ ചർച്ച നടക്കുന്നതിന് മുമ്പിട്ട്, 6ാമത്തെ ചർച്ച നടക്കുന്നതിന് മുമ്പിട്ട് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു എന്നത്. അപ്പോൾ ഇസ്രായേൽ മര്യാദകേട് കാണിച്ചു എന്നാണ്. അപ്പോൾ ഈ ആണവായുധ ചർച്ച നടക്കുമ്പോൾ ഇറാൻ തങ്ങളുടെ ന്യൂക്ലിയർ ഈ ശുദ്ധീകരണം, യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെച്ചിട്ട് വേണ്ടേ ഈ 5 തവണയും ചർച്ചയ്ക്ക് വരേണ്ടത്? അപ്പോൾ ഇറാൻ കാണിച്ചത് അസംബന്ധമല്ലേ? ഇറാൻ കാണിച്ചത് മര്യാദകേടല്ലേ? ആ മര്യാദകേട് കാണിച്ചിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ ഈ അറബ് രാജ്യങ്ങൾ, അത് പല രാജ്യങ്ങളും ആ സ്റ്റേറ്റ്മെന്റ് ഇറക്കി. ഇവർക്ക് ആർക്കും ഇറാനെതിരെ ഒരു വിരൽ ഉയർത്താൻ പോലും, അല്ലെങ്കിൽ ഇറാന്റെ ഈ പറയുന്ന തെമ്മാടിത്തരത്തിനെതിരെ വിരൽ ചൂണ്ടുവാൻ അവർക്ക് കഴിവില്ല എന്നുള്ളതാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മിഡിൽ ഈസ്റ്റിൽ ഇല്ല എങ്കിൽ ഇന്ന് മിഡിൽ ഈസ്റ്റിന്റെ ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്ന മറ്റൊന്നായനെ. ഈ പറയുന്ന സൗദി അറേബ്യക്കോ ഏതെങ്കിലും അറബ് രാജ്യങ്ങൾക്ക് ഇറാനെതിരെ ഒരു പോരാട്ടം നയിക്കുവാനുള്ള കപ്പാസിറ്റി ഇല്ല. ഒളിമറയത്ത് നിന്നുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കാൻ മാത്രമേ ഇവർക്ക് കഴിയത്തുള്ളൂ എന്നുള്ളത് വളരെ ദുർബലരായ ഇവരുടെ സ്ഥിതിവിശേഷത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സിംഹം റൈസിംഗ് ലൈനായിട്ട് ഇപ്പോൾ ഇറാന്റെ മേൽ ചാടി വീണത് ഇസ്രായേലിന് മാത്രമല്ല ഗുണം, സൗദി അറേബ്യക്കും മറ്റ് സുന്നി രാജ്യങ്ങൾക്കുമൊക്കെ വലിയൊരു നേട്ടമാണ്. ഇപ്പോൾ വലിയൊരു ആശ്വാസമാണ്, വലിയൊരു സുരക്ഷാ ഭീഷണിയാണ് ഇപ്പോൾ ഒഴിഞ്ഞു പോയത് എന്നുള്ളത്. പിന്നിൽ നിന്ന് കുട്ടുന്ന ബ്രൂട്ടസുമാരായിട്ട് ഈ അറബ് രാജ്യങ്ങൾ മാറിയത് തൻ്റെ ഇടമില്ലായ്മയുടെ പ്രതിരൂപമായതുകൊണ്ടാണ്. ഒരു അറബ് രാജ്യത്തിനും നട്ടല്ലില്ല. ഇവന്റെയൊക്കെ നട്ടല് റബ്ബറാണെന്നുള്ളതാണ് തന്നെയും പിന്നെയും ഈ അറബ് രാജ്യങ്ങൾ വിളിച്ചു പറയുന്നത്. ആണൊരുത്തനായിട്ട് ഇസ്രായേൽ ആ മിഡിൽ ഈസ്റ്റിന്റെ മധ്യേ ആ കുഞ്ഞൻ രാജ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് തീവ്രവാദത്തിന് പടർന്ന് പന്തലിക്കാൻ കഴിയാതെ വണ്ണം മിഡിൽ ഈസ്റ്റ് സുരക്ഷിതമായിരിക്കുന്നത്. ഇറാന്റെ തീവ്രവാദത്തിന്റെ നീരാളി കൈകളെ വെട്ടിമുറിക്കുവാൻ കരുത്തുറ്റൊരു രാജ്യമുണ്ടെങ്കിൽ അത് ഇസ്രായേൽ മാത്രമാണ്. അത് ഇവിടുത്തെ മദ്രസ പൊട്ടന്മാര്, ജൂത വിരോധികൾ, അവരിതിനെ ഒരിക്കലും അംഗീകരിക്കത്തില്ല. ഈ ഇറാനും സൗദി അറേബ്യയുമായിട്ട് ബദ്ധശത്രുക്കളാണ് മതത്തിന്റെ പേരിൽ. ആ മതത്തിൽ തന്നെ അടിപിടി ഉണ്ടായിട്ട് നീയൊക്കെ ആരുടെ കൂടെ നിൽക്കും? ഇറാന്റെ കൂടെ നിൽക്കുവോ അതോ സൗദിയുടെ കൂടെ നിൽക്കുവോ? നാഴേക്ക് 40 വട്ടം ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞ മക്കയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവനവന്റെ കിടപ്പാടം വരെ വിറ്റ് പോകാൻ വേണ്ടിയിട്ട് ആ രാജ്യത്തേക്ക് പോയി കാലുകുത്തുന്നു. എന്നാൽ ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഇറാൻ എന്നുള്ള കാര്യം നിനക്കൊന്നും ചരിത്രം അറിയത്തില്ലെങ്കിൽ പോയിരുന്ന് ചരിത്രം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇന്ന് ഇറാനെ വാനോളം പുകഴ്ത്തി ഇറാന്റെ മൂട് താങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഇറാൻ ആണവായുധ രാജ്യമായി കഴിഞ്ഞാൽ ആദ്യം ബോംബിടുന്നത് മക്കയിലും മദീനയിലും ആയിരിക്കും എന്നുള്ളത് നീ ഒന്നും മറന്നു പോകാതിരിക്കുന്നത് നല്ലതായിരിക്കും. അതിനെയും കൂടി സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം അബ്രഹാമിക്ക് സഹോദരനായ
സൗദി അറേബ്യയെ സംരക്ഷിക്കാനുള്ള ആ ഒരു കടപ്പാടും ഉത്തരവാദിത്വവും ഇസ്രായേൽ നിറവേറ്റുന്നു. ജൂതരാജ്യത്തിന്റെ മാത്രം ഭീഷണിയല്ല ഇറാന്റെ ആണവായുധത്തെ നശിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ ഇല്ലാതാക്കുന്നത്. അറബ് ലോകത്തിന്റെ സുരക്ഷയും കൂടി ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലാണ് ഇസ്രായേലിന്റെ ഈ നടപടി എന്നുള്ളത് ആരും മറന്നു പോകാതിരിക്കുന്നത് നല്ലതാണ്. ഞാൻ എൻ്റെ ഈ ഒരു സ്പെഷ്യൽ വീഡിയോയുടെ അവസാനത്തിലേക്ക് വരികയാണ്. ഒരു കാര്യം ഉറപ്പാണ്, മിഡിൽ ഈസ്റ്റിനെ മുഴുവൻ അശാന്തിയിലേക്ക് നയിക്കുന്ന, അതിനെ നശിപ്പിച്ച് ഇസ്ലാമിക് ഖലീഫയായി മാറാൻ വേണ്ടി ശ്രമിക്കുന്ന ഇറാന്റെ തീവ്രവാദ മതരാജ്യം അതിൻ്റെ മേലൊരു ആണവായുധ പ്രയോഗത്തിന് അതിന്റെ വക്കിലെത്തി നിൽക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. ആ രാജ്യത്തിന് നിലനിന്നേ പറ്റത്തുള്ളൂ. ജൂതരാജ്യത്തെ ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കണമെന്ന് പറയുന്നവന്റെ തറവാട്ടിൽ കൊണ്ടുപോയി ആണവായുധം പ്രയോഗിക്കുവാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് ഇസ്രായേൽ തെളിയിക്കാൻ പോകുന്ന നിമിഷങ്ങളാണ് മുൻപിലുള്ളത് എന്നുള്ളതാണ്. വേണ്ടി വന്നാൽ ഇസ്രായേൽ അതും ചെയ്യും. എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. യുദ്ധം ആർക്കും ഗുണമല്ല, ഒരു രാജ്യത്തിനും ഗുണമല്ല. എന്നാൽ ചില യുദ്ധങ്ങൾ നിലനിൽപ്പിൻ്റെതാണ്. ചില യുദ്ധങ്ങൾ ചരിത്രങ്ങൾ മാറ്റി എഴുതുന്നതായിരിക്കും. യുദ്ധം ലോക സമാധാനത്തിനും സാധാരണക്കാരന്റെ ജീവിതത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുന്നതും പ്രതീക്ഷകൾ കേൾക്കുന്ന തിരിച്ചടിയുമാണെന്നുള്ള ബോധത്തോടെ ലോക സമസ്ത സുഖിനോ ഭവന്ത്, ലോകത്തിലെ എല്ലാവർക്കും സുഖവും ശാന്തിയും ഉണ്ടാകട്ടെ എന്ന് നേർന്നുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു. മറ്റൊരു വീഡിയോ കാണും വരെ ഗുഡ് ബൈ.